ഒന്ന് ജീവിതം മാത്രമാണ്. എത്രയൊക്കെ വെള്ള പുതച്ച് വെളിമണ്ണിൽ അടിയുമ്പോൾ വിലപിച്ചിട്ട് എന്തു നടക്കാതെ പിന്നെ നടക്കാതെ ഒപ്പം നടക്കുന്നവനാണ് ചങ്ങാതി എന്ന് പറയുന്നത് പോലെ ചങ്ങാത്തത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും വളരെ മനോഹരമായിട്ട് ഇവിടെ പരാമർശിച്ചിരിക്കുന്നു. എന്നിരുന്നാലും ഈ 176 കുറിപ്പുകള് കൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള പുസ്തകത്തിന് എല്ലാവിധ കൂടുതൽ വായനക്കാരിലേക്ക് എത്തട്ടെ. ഇനിയും അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും സഹകരിക്കണം. അടുത്ത 6 മിനിറ്റാണ്. കാരണം സമയക്കുറ്റം എന്നതുകൊണ്ട് പറയുക എന്നുള്ളതാണ്. ഞാൻ എല്ലാ ദിവസവും കവിത വായിക്കുന്നതിനാണ്. കവിത ദൈവത്തെക്കുറിച്ച് അല്ലെങ്കിൽ സ്നേഹത്തെക്കുറിച്ച് പ്രണയത്തെക്കുറിച്ച് വിവിധ കാഴ്ചപ്പാടുകൾ ഉണ്ടാവും. അടുത്തതായി ശ്രീ വെള്ളനാട്. ഒരു കവിത അല്ലെങ്കിൽ ഒരു കഥ അതല്ലെങ്കിൽ ഒരു നോവൽ അത് ചർച്ച ചെയ്യപ്പെടുന്നിടത്ത് പണ്ട് നടന്നതും പടയിൽ തോറ്റതും ഒക്കെ പറഞ്ഞു നടക്കുന്ന ചരിത്രകാല രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. എന്റെ നിരീക്ഷണം മാത്രമാണ്. അറിയത്തില്ല. അപ്പോൾ എല്ലാവിധ അതുകൊണ്ട് തന്നെ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ ഇതിന്റെ പ്രകാശനം സംഘടിപ്പിച്ചു. നിങ്ങൾ പ്രിയപ്പെട്ട കരിയേറ്റുമാനും മാത്രം കഴിയുന്ന ഒരു കാര്യം നാളെ തകർത്ത് പറമ്പിലേക്ക് ഇത് എൻ്റെ പുസ്തകമാണ്. ഇത് മൗനം കൊണ്ട് മുറിയുന്ന വാക്കുകൾ എന്ന കുറച്ച് കുറിപ്പുകളാണ് തയ്യാറാക്കിയത്. നേരത്തെ റിലീസ് കഴിഞ്ഞ് അങ്ങനെ ഇതിൻ്റെ കൂട്ടത്തിൽ എഴുതി എത്ര നാളുകൊണ്ട് എഴുതി തീർത്തത്? വളരെ കുറച്ച് നാൾ. ഞാൻ